നമസ്കാരം. കേരളത്തിലെ യൂത്ത് വ്യാജം പ്രസിഡന്റിന്റെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് പത്തനംതിട്ടയിൽ അരങ്ങേറി. ആ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില പഞ്ച് ഡയലോഗുകളൊക്കെ കേരളത്തിലെ മാപ്രകൾ ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാര്യം ഈ വ്യാജനെ ഹൈലൈറ്റ് ചെയ്യുക, വ്യാജന് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു കോൺട്രാക്ട് പരസ്പരം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രസക്തമായ കാര്യങ്ങൾ മുക്കിക്കൊണ്ട് അങ്ങനെ പഞ്ച് ഡയലോഗ് ഹൈപ്പ് ചെയ്ത് കാണിക്കുന്നതിനിടയിൽ ഒരു വസ്തുത കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. എന്തായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ സംഭവിച്ചത്? വ്യാജം പ്രസിഡന്റിനോട് പ്രധാനമായി ഉയർന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് വയനാട് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ നിന്ന് പച്ചക്കൊടി മുക്കി എന്നുള്ള കാര്യം. ആ ചോദ്യം വരുമ്പോൾ ഒരു വ്യാജം പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറയാണ്, ഞാൻ ആ വിഷയത്തെ കുറിച്ച് അറിഞ്ഞില്ല പോലും. എങ്ങനെ? മുമ്പ് സതീശൻ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ തൊഴുതു വണങ്ങി നിന്നിട്ട് ആ ചിത്രം പുറത്തു വന്നപ്പോൾ ഈ ചിത്രം കാട്ടിയിട്ട് നിങ്ങൾ RSSന്റെ ശാഖയിൽ പോയിട്ട് ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദിക്ക് തിരികൊളുത്തിയത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടില്ല എന്ന് ചിത്തഭ്രമം ബാധിച്ചതുപോലെ പെരുമാറിയത്. അതേ അവസ്ഥയിലാണ് പച്ചക്കൊടിയെ സംബന്ധിച്ചുള്ള ചോദ്യം ഉയർന്നപ്പോൾ ഇന്ന് കടന്ന് ഉരുണ്ട് പെരണ്ട് മെഴുകിയത്. ഒരു പക്ഷേ കേരളത്തിലെ മാപ്രകൾക്ക് വ്യാജം പ്രസിഡന്റ് മഹാനായിട്ട് ചിത്രീകരിക്കേണ്ടത് അവരെ കൂടി ആവശ്യമാണ്. അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും അവരുമായിട്ട് വലിയ സൗഹൃദം കീപ്പ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ നെഗറ്റീവുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഉണ്ടാകുന്ന യാഥാർത്ഥ്യത്തെ കുഴിച്ചു മൂടുക അല്ലെങ്കിൽ പുറത്തു കാട്ടാതിരിക്കുകയാണ് പരസ്പര അഡ്ജസ്റ്റ്മെന്റ്. ഇന്ന് ആ ചോദ്യം വന്നപ്പോൾ മുഴുവൻ ഉരുണ്ട് പെരണ്ടത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടേ. എവിടെ മാറ്റി? എവിടെ മാറ്റി? എവിടെ മാറ്റി? അല്ല ഞാൻ പറയട്ടെ അതായത് നിങ്ങൾ ഈ പച്ചക്കൊടിയുടെ കാര്യം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ ഞാൻ പറയട്ടെ, ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത്, എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത്? ഞാൻ വയനാട്ടിൽ ഞാൻ പങ്കെടുത്ത പരിപാടികളിൽ എത്രയോ പടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കളുടെ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ. ഞാൻ ശ്രീ സച്ചിൻ പൈലറ്റും ഞാനും പങ്കെടുത്തൊരു പരിപാടി, ആ പരിപാടി വയനാട്ടിൽ വെച്ച് നടക്കുമ്പോൾ നിങ്ങളിപ്പോൾ വാർത്തകളാണല്ലോ പറയുന്നത്. ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ തന്നെ എന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ പച്ചക്കൊടിയുള്ളത്. ആ കൊടി കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഹാലുമില്ല. ആ കൊടിയുടെ ആ കൊടി പറയട്ടെ കൊടി ഉപയോഗിക്കുന്നത് വയനാടിൽ KPCC അധ്യക്ഷന്റെ ചാർജുണ്ടായിരുന്ന MM ഹസൻ ഇതേ ഹസാനിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ് വയനാട് കൊടി ഉപയോഗിക്കുന്നത്. ആരെയാണ് വിശ്വസിക്കുന്നത്? അല്ല ഞാൻ കണ്ട കാര്യമല്ലേ പറയുന്നത്. ഞാൻ പങ്കെടുത്ത ഞാൻ ഫോട്ടോ വന്നാലോ അപ്പൊ രണ്ടും കൂടെ പറയരുത് നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് എന്താ? വയനാട്ടിൽ പച്ചക്കൊടി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാം എന്ന് പറയുമ്പം നിങ്ങൾ ചോദ്യം മാറ്റുകയാണ്. നമ്മൾ വളരെ നിങ്ങളെല്ലാവരും ഞാൻ മറുപടിയാണല്ലോ പറഞ്ഞത്. അതായത് നിങ്ങളുടെ ആരോപണം എന്താ? നിങ്ങൾ പറഞ്ഞ അലിഗേഷൻ എന്താ? ഈ പച്ചക്കൊടി പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. അല്ല ഞാൻ പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ. പച്ചക്കൊടിയോട് ഞങ്ങൾക്കൊരു ഹാലുമില്ല. പച്ചക്കൊടിയുടെ ഹാലുള്ളത് ആർക്കാ? ഞങ്ങൾക്കാണോ ഹാലുള്ളത്? ഞങ്ങൾക്കൊരു ഹാലുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ പച്ചക്കൊടിയുടെ പാർട്ടി ഏതാ? പച്ചക്കൊടി ഉപയോഗിക്കുന്ന പാർട്ടി ഓൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആ കൊടി അയിത്തമാണെന്ന് പറയുമ്പം അത് യുക്തിക്ക് നിരക്കുന്നതാണോ? ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത്, ഞങ്ങൾ കാരണം വർഷങ്ങളായി ആ പാവപ്പെട്ട INL പോക്കറ്റിനകത്ത് ചുരുട്ടി വെച്ചിരുന്ന കൊടി ഇത്തവണ എടുത്ത് ഉപയോഗിക്കാൻ പറ്റി. സാധാരണ നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഒരു പരിപാടിയിൽ INL കൊടി കാണാറില്ല. ഒന്നുമില്ല. ലീഗ് കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ തരാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് പറ്റത്തില്ല. ലീഗ് കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ കാണിക്കാമെന്ന് പറയുമ്പോ വയനാട്ടിൽ നടത്തിയ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാമിന്റെ നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനെ കൂടെ നിൽക്കില്ലല്ലോ. നിൽക്കുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനെ നിൽക്കില്ലല്ലോ. ഈ രാജ്യത്ത്
വോട്ട് കാണിക്കുക. വയനാട്ടിലെ സ്ഥാനാർത്ഥി പങ്കെടുക്കുന്ന പരിപാടികൾ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമ്പോഴേക്കും അല്ല ഞാൻ പറയട്ടെ, പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് ഹാലാണെന്നുള്ള അല്ലല്ല ഞാൻ പറയട്ടെ, വലിയ റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയുടെ വലിയ റോഡ് ഷോയിൽ ഈ ലീഗിന്റെ പതാക അവിടെ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഏതെങ്കിലും പാർട്ടിയുടെ ഇപ്പൊ ശരി നിങ്ങൾ പറയുന്ന വാദത്തെ നമുക്ക് അംഗീകരിക്കാം. ഇപ്പൊ CPM ചെയ്തിരുന്നത് പോലെ CPM-ന്റെ കൊടി, CPI-യുടെ കൊടി, അല്ലെങ്കിൽ പറയട്ടെ CPM-ന്റെ കൊടി, CPI-യുടെ കൊടി, പിന്നെ അവരുടെ മറ്റ് ഘടകകക്ഷികളുടെ എല്ലാം കൊടി അതെല്ലാം ഉപയോഗിക്കുകയും INL-ന്റെ കൊടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നതിനകത്ത് അസ്വാഭാവികതയുണ്ട്. രാഹുൽ ഗാന്ധി വന്ന പരിപാടിയിൽ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി ഉണ്ടായിരുന്നു? നിങ്ങൾ പറയുന്നതിന് ഞാൻ അംഗീകരിക്കാം. ഞാൻ പറയട്ടെ അല്ല രാഹുൽ ഗാന്ധി വരുമ്പോ കൊടി വേണമോ വേണ്ടായോ? ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾ എങ്ങനെയാണ് നമ്മളാണോ തീരുമാനിക്കുന്നത്? പത്തനംതിട്ടയിൽ നടന്ന പ്രസ് കോൺഫറൻസ് നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറയുന്നതിന് ഞാൻ ശരിയായിട്ട് അംഗീകരിക്കാം. പറയട്ടെ, അല്ല ഞാൻ പറയുന്നത് സഹോദരൻ ഞാൻ പറയുന്നത് പൂർത്തീകരിക്കട്ടെ. രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ ബാക്കി എല്ലാവരുടെയും കൂടിയുണ്ട്, കേരള കോൺഗ്രസിന്റെ കൂടിയുണ്ട്, ലീഗിന്റെ മാത്രമില്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനോടൊപ്പം ആ ചോദ്യം ഞാൻ റേസ് ചെയ്യാം. ഇത് ആരുടെയും കൂടിയില്ല. എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി, ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല. അതന്വേഷിക്കാം. അല്ല അത് പറയട്ടെ, കൊട്ടിക്കല വയനാട്ടിൽ ഉപയോഗിക്കില്ല. വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, കൊട്ടിക്കലാശത്തിൽ അടക്കം കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതെനിക്കറിയില്ലെന്ന്, എനിക്കറിയില്ല. അല്ല എനിക്ക് ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലല്ലോ. ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ല ഞാൻ. ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ല ഞാൻ. അല്ല ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ല ഞാൻ. പതാകകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണോ കോൺഗ്രസ്? ആണോ? പറയൂ, അടുത്ത ചോദ്യം പറ. അല്ല നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളാണ് MM ഹസൻ പറഞ്ഞത്. അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം പതാക ഉപേക്ഷിക്കുന്ന കാരണം സംസ്ഥാന അധ്യക്ഷന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ കൊടി മാറ്റിയ പ്രസ്ഥാനമാണ് നിങ്ങളെ. വയനാട് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പാവപ്പെട്ട ലീഗുകാരെ ഇരുത്തി ബലൂൺ പെരുക്കിക്കണുണ്ടോ? ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞില്ല. ഈ ലോകത്തുള്ള വിഷയമൊന്നും ഞാൻ അറിഞ്ഞില്ല അത്ര. അതാണ് നമ്മുടെ നാട്ടിലെ ഈ വ്യാജന്മാരും അല്ലെങ്കിൽ സംഗീശന്മാരുടെയൊക്കെ ഒരു പ്രത്യേകത. അവർ CPM-ന്റെ വിഷയങ്ങൾ മാത്രം അറിയും, പിണറായിയുടെ വിഷയങ്ങൾ മാത്രം അറിയും. പക്ഷേ നിർഭാഗ്യവശാൽ BJP-യുടെ വിഷയങ്ങൾ അറിയില്ല, അവരെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. അതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല. കേരളത്തിലെ ബാക്കിയുള്ള ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കുന്നതോടുകൂടി ജനം ഇതൊന്നും അറിയുന്നില്ല എന്നാണ് ഇവർ കരുതുന്നത്. അപ്പോ വ്യാജൻ മാത്രമല്ല, ഉടായ്പ കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് എവിടെയും വിളിച്ചു പറയാൻ പറ്റണം. ഒപ്പം നിൽക്കുന്നവന്റെ കൊടി ഉയർത്തിക്കാട്ടിയാൽ അത് നോർത്ത് ഇന്ത്യയിൽ RSSകാർ ഞങ്ങൾക്കെതിരെ പ്രചരിപ്പിക്കും, വിശ്വഗുരു സംഘവും പ്രചരിപ്പിക്കുമെന്ന് കരുതിക്കൊണ്ട് അത് മുക്കുന്നതെന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് മുഴുവൻ ആ കൂടെ നിൽക്കുന്ന പച്ചക്കൊടിക്ക് മുങ്ങിയിരിക്കാനേ പറ്റുള്ളൂ. അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ പച്ച ഉള്ളവനെ ഇരുത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഇരുത്തിയെന്ന് ചിലപ്പോൾ വിശ്വഗുരു സംഘവും പറയുന്നതെന്ന് കരുതിക്കൊണ്ട് ലീഗിനെ ചിലപ്പോൾ അധികാരം കിട്ടിയാൽ മന്ത്രിസ്ഥാനം പോലും കൊടുക്കില്ല. കാര്യം പാകിസ്ഥാനി ആകുമല്ലോ. കാര്യം നേരത്തെ BJP-യുടെ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ പുറത്തു നിർത്തിയിട്ട് അവർ ഈ സമൂഹത്തിനോട് പറയുകയാണ് ഞങ്ങൾ ഹിന്ദുവിന്റെ സർക്കാരാണെന്ന്. അതേ മാതൃകയിലല്ലേ ഒരു മൃദു സമീപനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഒപ്പം നിന്ന് ജയിച്ചിട്ട് കേന്ദ്ര മന്ത്രിസഭയിൽ എങ്ങാനും കണ്ണും നട്ടിരിക്കുകയാണെങ്കിൽ അന്ന് ചിലപ്പോ RSSകാർ പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്ന് വന്നവരെ ഇവിടെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റൂ? അങ്ങനെ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിയാകില്ലേ? അവിടെയും മുക്കേണ്ട ഒരവസ്ഥ. അങ്ങനെ ജീവിതകാലത്തിൽ ലീഗിന് UDF-നോടൊപ്പം നിന്നിട്ട് എല്ലാ കാലത്തും ഇങ്ങനെ നാണം കെട്ട് തൊലിയുരിഞ്ഞ് മുങ്ങി നിൽക്കാൻ മാത്രമേ അവസരം ഉണ്ടാകുള്ളൂ. ഈ കൊടി ഇനി പർദ്ദയ്ക്കകത്തും അല്ലെങ്കിൽ ലീഗന്മാരുടെ ഇടുപ്പിനകത്തും കയറ്റി വെക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നുണ്ടെന്ന് ഈ പ്രതികരണം തെളിയിക്കുന്നുണ്ട്. ഈ പ്രതികരണത്തെ മനഃപൂർവ്വം മുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ ഈ വിഷയം അറിയാൻ പാടില്ല. കേരളത്തിലെ ഒരു മാപ്രകളും നാളത്തെ പത്രങ്ങളിലോ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർ സേഫ് സോണിലാണ് എന്ന് കരുതിക്കൊണ്ട് നമുക്കത് കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇത് തുറന്ന് കാട്ടിക്കൊടുക്കും. ഡിജിറ്റൽ കാലമാണ്, ഇവിടെ കിടക്കട്ടെന്നേ. എത്ര പേര് കാണുന്നു എന്നുള്ള പ്രശ്നമല്ല, അത് കാണേണ്ടവരുടെ ഇടയിലേക്ക് പതിയെ പതിയാണെങ്കിലും എത്തിപ്പെടും. അന്ന് ഈ സത്യം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടും. ഈ പറഞ്ഞു വെക്കുന്നതെല്ലാം ഡിജിറ്റൽ രേഖകളാണല്ലോ. അപ്പോ അന്ന് ഈ വെളിച്ചം വീഴാത്ത ലീഗന്മാർക്കെല്ലാം ബോധ്യപ്പെടും നമ്മളെ കൂടെ നിർത്തി നമ്മുടെ പുറത്ത് ചവിട്ടി നിന്ന് ലോകം കാണാൻ വേണ്ടിയുള്ള ഒരു കോണിപ്പടിയായിട്ട് മാത്രമാണ് കോൺഗ്രസ്സുകാർ അവരെ ഉപയോഗിച്ചതെന്ന്
ബോധ്യപ്പെടാൻ പോകുന്ന കാലഘട്ടമാണെന്ന് യൂത്ത് വ്യാജന്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്.